കഴിഞ്ഞ ദിവസം പീരുമേട്, പാമ്പനാർ, കല്ലാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭീതി പരത്തി 19ഓളം പേരെ ആക്രമിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധയുള്ളതായി സ്ഥിരീകരിച്ചു. നായയെ പിടികൂടി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കടുത്ത ജാഗ്രതാ നിർദ്ദേശവും പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പഞ്ചായത്ത് ഓഫീസിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. നായയുടെ കടിയേറ്റ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 19 പേർക്കും ഇതിനോടകം തന്നെ 2 ഡോസ് വീതം പ്രതിരോധ വാക്സിനുകൾ നൽകി കഴിഞ്ഞു. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും നിരീക്ഷണം തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മൃഗങ്ങൾക്കും വാക്സിനേഷൻ നൽകും. മനുഷ്യരെ കൂടാതെ പ്രദേശത്തെ മറ്റ് തെരുവ് നായ്ക്കളെയും കന്നുകാലികൾ അടക്കമുള്ള വളർത്തുമൃഗങ്ങളെയും ഈ നായ ആക്രമിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പേവിഷബാധയേറ്റ നായയുമായി സമ്പർക്കത്തിൽ വരികയോ കടിയേൽക്കുകയോ ചെയ്ത മറ്റു മൃഗങ്ങളെ അടിയന്തരമായി കണ്ടെത്തി വാക്സിനേഷൻ നൽകാനും പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് പ്രതിരോധ വാക്സിൻ നൽകുന്നത് ഉറപ്പാക്കാനും തീരുമാനിച്ചു. എല്ലാ വാർഡുകളും അടിയന്തരമായി ജാഗ്രതാ സമിതികൾ വിളിച്ചു കൂട്ടുകയും വളർത്തു പട്ടികൾ എത്ര ഉണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് എടുക്കുകയും ആ മൃഗങ്ങൾക്ക് അടിയന്തരമായി വാർഡ് തലത്തിൽ വാക്സിൻ കൊടുക്കുകയും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പട്ടിക്ക് പേ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പട്ടിയെ സംബന്ധിച്ചോളം ഈ അലഞ്ഞു തിരിഞ്ഞ പട്ടികളെയും പശുക്കളെയും കടിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. ഈ 19 വ്യക്തികളെ കടിച്ചതിന് നമുക്ക് അപ്പം തന്നെ 2 ഡോസായിട്ടുള്ള വാക്സിൻ കൊടുക്കുകയും അവരെ സേഫ് ആക്കിയും അന്ന് തന്നെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പട്ടികൾക്കും പശുക്കൾക്കും നമ്മൾ അടിയന്തരമായിട്ട് വാക്സിൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അല്ലെങ്കിൽ പട്ടി ഉണ്ടെങ്കിൽ അതിന് ലൈസൻസ് എടുത്തിട്ടുണ്ടോ, വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യം നമ്മൾ അത് ഒരു തീരുമാനത്തിലോട്ട് എത്തുക. അത് ഞങ്ങളൊരു ലിസ്റ്റ് ഔട്ട് ആക്കിക്കൊണ്ട് അതിന് വാർഡ് തലത്തിൽ വാക്സിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളർത്തുമൃഗമായ പശുക്കൾക്കും ഇതേപോലെ വാക്സിൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അതുമായിട്ട് ജനങ്ങൾ സഹകരിക്കുക പഞ്ചായത്തുമായിട്ട്. നാളുകളിൽ വലിയൊരു വിഷയത്തിൽ പോയാൽ നമ്മളിത് പരിഹരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടാകും. അത് കാരണം അടിയന്തരമായിട്ട് നാളെ തന്നെ ബാക്കിയുള്ള വാർഡുകളിലും ഈ പീരുമേട് പഞ്ചായത്ത് മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ പിടിച്ച് വാക്സിൻ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ള യോഗത്തിന്റെ ഭാഗമായിട്ട് തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അതുമായിട്ട് പീരുമേട് പഞ്ചായത്തിലെ വിവിധ തോട്ടം മേഖലകളിൽ തെരുവ് നായ ശല്യം വൻതോതിൽ രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. നായ്ക്കൾ കൂട്ടമായി തമ്പടിച്ച് റോഡിലിറങ്ങി യാത്രക്കാരെയും തോട്ടം തൊഴിലാളികളെയും ആക്രമിക്കുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ്. നിലവിലെ അടിയന്തര സാഹചര്യം നേരിടുന്നതിനൊപ്പം തോട്ടം മേഖലകളിലെ തെരുവ് നായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പീരുമേട് മൃഗാശുപത്രി, താലൂക്ക് ആശുപത്രി അധികൃതർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.